സാറേ നമസ്കാരം. ഇതാര് ക്ലീറ്റോയാ? ഞാനേ ഇന്നലെ രാത്രി കിടന്നുറങ്ങിയപ്പോൾ മുഴുവനും സാറിനെ കുറിച്ച് സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് സാറിൻ്റെ വർത്താനം അതൊക്കെ എൻ്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും നേരം എടുത്താൽ മതി സാറിനെ വന്നത് കാണണം എന്നുള്ളൊരു ആ ഒരു മൂലമായി. എനിക്കറിയാം ക്ലീറ്റോ വരുമോ. നമ്മളെന്നാലും അങ്ങനെയാണല്ലോ ക്ലീറ്റോ. അതെ അതെ സന്തോഷമുണ്ട് ക്ലീറ്റോ വന്നായിട്ട്. അല്ല സാറ് ഇതിപ്പോൾ ഇത് ചെയ്യാൻ വേറെ ഇവിടെ ആരുമില്ല? ഇല്ല ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ കുടുംബം വൈഫും മൂത്ത മോനും കൂടെ അങ്ങ് USA. രണ്ടാമത്തെ ദുബായിൽ. ജീവിതം സന്തോഷമായിട്ട് മുന്നോട്ട് പോകണം. ഞാൻ ഈ വീട് മാത്രമുണ്ട്. ഇത്രയും പറമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് സുഖം, സന്തോഷം. എന്തോന്ന് സന്തോഷം സാറേ, ഇത്രയും വലിയ വീട്, പ്രാതാലയം പോലെ ഒരു വീട്ടിൽ സാർ ഒറ്റയ്ക്ക്, ഇതാണോ സന്തോഷം? പിന്നല്ല തറയിട് ചുമ്മാ ഇത് എടുത്ത് ആണുങ്ങളെ വില കളയാനായിട്ട്. അതെ സന്തോഷം ഇതൊന്നും അല്ല സാർ. പിന്നെ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മളെ കുടുംബമൊക്കെ ആയിട്ട് ഭാര്യയും മക്കളും പിന്നെ സഹോദരങ്ങളും ഒക്കെ ആയിട്ട് ഒത്തുകൂടി കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് ആ ഒരു കൂട്ടുകുടുംബവും. ഇതിപ്പോ ഭാര്യ മക്കളും നിങ്ങൾ വരാറുണ്ടോ? 2 മിനിറ്റ് ഇപ്പോൾ വിളിച്ചിട്ട് വരും ഫോണില്. പിന്നെ ഈ പിന്നെ നെറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഇല്ലാതായി പോയി കഴിഞ്ഞാൽ സാർ എന്ത് ചെയ്യും? അല്ല അവർ വരാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. എപ്പോൾ വർഷത്തിൽ 5 വർഷത്തിലൊരിക്കുക? അല്ല ഒരു 3-4 വർഷം കൂടെ വരും വരും വരും. അങ്ങനെ വന്ന് കാണുന്ന തന്നെ അത് അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വേണ്ടപ്പെട്ടവരൊക്കെ അങ്ങ് ദൂരെയൊക്കെ ആയിട്ട് സാർ ഇങ്ങനെ ആൾക്കാരെയൊക്കെ ഉപദേശിച്ച് നടക്കുകയാണ്. ഇങ്ങനെ ഉപദേശിച്ച് നടക്കണ കൂട്ടത്തിൽ എപ്പോഴെങ്കിലും ഒരു ദിവസം പെട്ടെന്ന് സാർ ഇവിടെ ഇരുന്ന് ടക്കനെങ്കിൽ സാറിൻ്റെ കാറ്റ് പോകുമെന്ന് വെച്ചോ? ഇല്ല, ഞാൻ പറഞ്ഞത് പോയി കഴിഞ്ഞാൽ സാർ എന്ത് സന്തോഷമാണ് ഇവിടെ ഇതുവരെ ആസ്വദിച്ചത് ജീവിതത്തിൽ. സാറേ ആ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ആസ്വദിക്കാനുള്ളതാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, സ്മോളൊക്കെ കഴിച്ച് കുടുംബമായിട്ട് വീട്ടിൽ ഭാര്യ അടുക്കളയിൽ അതൊക്കെ ഉണ്ടാക്കി തരണം. നമ്മൾ സ്മോളൊക്കെ കഴിച്ചിട്ട് അവിടെ കൊച്ചു വർത്താനം കൊച്ചുങ്ങളെയൊക്കെ വിളിച്ച് 2 പാട്ടൊക്കെ പാടി അയ്യോ ഇച്ചിരി ഉടക്കും വഴക്കും വർത്താനമൊക്കെ ഇല്ലേ, പിന്നെ എന്തോ ജീവിതം. ഇതിനകത്ത് ജീവിതം എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തുവാ ക്ലീറ്റോ നിങ്ങൾ കാണിക്കണത്? എല്ലാ ദിവസം കുടിച്ചു മാറുകൂടെ. രാത്രിയിൽ നമ്മൾ വിചാരിച്ച പോലല്ലേ, ഇതൊരു വലിയ മനുഷ്യനാണ്. ഞാനല്ല പ്രളയത്തിൽ കിടന്ന് കൈയും കാലിട്ട് അടിച്ച രക്ഷിച്ച് എന്റെ ജീവിതം എന്താണെന്ന് പഠിപ്പിച്ച എന്റെ ക്ലീറ്റോ. അത് പറഞ്ഞു സാറേ, ഞാൻ വെറും പാവം. നമ്മള് കുറച്ച് അറിവ്, കുറച്ച് പൊതുപ്രവർത്തനമുള്ള അറിവ് അത് പകർന്നു തന്നു, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, മണി പോലെയുള്ള എന്റെ ക്ലീറ്റോയെ കൊണ്ട് എന്റെ ഫ്രണ്ട് എടുത്തിരുന്നു. അതെ സാറിന്റെ ജീവിതം ഉണ്ടല്ലോ അറിയാം. സാറൊക്കെ വെറും ഒരു കരിങ്കല്ല് പോലെ ഇങ്ങനെ ഭാരവും നെഞ്ചിലൊരു നടക്കരുത് ഈ മനുഷ്യൻ. എന്നിട്ട് ചിരിച്ച് ആളുകളെ മുഖത്ത് ചിരിച്ചും ചിരിപ്പിച്ചും സമ്മതിച്ചു ഞാൻ സാർ. ഒറ്റ ദിവസം കൊണ്ട് എന്റെ ജീവിതം ആഘോഷിക്കാൻ പഠിപ്പിച്ച എന്റെ ക്ലീറ്റോ. സാറേ നമ്മൾ പറയില്ലേ, എന്തിനാ ജീവിക്കാൻ സന്തോഷിക്കാൻ. നീ നാളെ രാവിലെ ഇലക്ട്രിക് പോസ്റ്റിൽ കയറുമ്പോ കറണ്ട് അടിച്ചാത്ത എന്തിനു അത് പേടിയാണ്. അതുകൊണ്ട് ജീവിതം അങ്ങ് ആഘോഷിക്കണം. ജീവിതം ഒരിക്കലേ ഉള്ളൂ. കൂട്ടാണ്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. നമ്മൾ എൻജോയ് ചെയ്യും. നാളെ രാവിലെ സാധനമായിട്ട് ക്ലീറ്റോ വരുന്നു, AC ഓൺ ചെയ്യുന്നു, അടിക്കുന്നു, പാട്ട് പാടാൻ ഒരു പയ്യനെ വിളിക്കുന്നു ഞാൻ. മക്കളെ പോട്ടെ. ചിരി മക്കളെ കൊണ്ടുവാ സാറേ. ബൈ.